ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് മോർണിംഗ് ഗൈഡൻസ് ആണ്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എനർജി എന്താണെന്നൊക്കെ ഉള്ളതാണ് നോക്കുന്നത്. ലെങ്തി ആയിരിക്കില്ല. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ റീഡിംഗ് നിങ്ങളിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ എനർജി എന്താണ്? ഹീലിംഗ് വന്നിട്ടുണ്ട്. ടേണിംഗ് വന്നിട്ടുണ്ട്. ഇത് റെബേൽ എന്ന കാർഡാൻ്റെ കണ്ടോ, ബോട്ടം ഓഫ് ദ ഡെക്ക്. ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. ക്ലാരിഫിക്കേഷൻ. ഫുൾ കാർഡാണ്. സെവൻ ഓഫ് വാൻഡ്സ് ആണ്. അഗൈൻ ഒറ്റ കാർഡ് കൂടി എടുക്കുക. കിങ് ഓഫ് വാൻഡ്സ് ആണ് കേട്ടോ. ബോട്ടം ഓഫ് ദ ഡെക്ക് വേൾഡ് കാർഡാണ്. നൈസ്. റേഞ്ചർ മെസ്സേജ്. അൺലക്കി എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ടൈം. ലുക്ക് ഫോർ എ സൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇപ്പോൾ കാണുന്ന പല ആളുകളുടെയും എനർജി വളരെ ലോ എനർജി ആയിരിക്കാം. ദാറ്റ് മീൻസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും പല കാര്യങ്ങളും കെട്ടി നിൽക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം. അതെല്ലാം നിങ്ങൾക്ക് പുറത്തോട്ട് വരുമായിരിക്കാം. ഒരു ഇമോഷണലി സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ എത്ര ബോൾഡായിട്ടുള്ള ഒരാളാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ ജോലി എടുക്കുന്ന ഒരാളാണെങ്കിലും, നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന എന്തൊക്കെയോ സങ്കടങ്ങൾ ഇന്നത്തെ ദിവസം പുറത്തേക്ക് വരും. സോ നിങ്ങളടുത്ത് ഹീൽ ചെയ്യാനാണ് പറയുന്നത്. അതായത് ഹീലിംഗ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ഗോ ആണ്. ഓക്കെ, അപ്പോൾ ഹീൽ ചെയ്യാൻ പറയുന്നു. സോ നിങ്ങളുടെ എനർജി അങ്ങനെയാണ്. ആൻഡ് ടേണിംഗ് എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോർണിംഗ് എണീറ്റതിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യൂ. ഹീലിംഗ് എന്ന് പറയുന്നതും ഹീലിംഗിൽ മെഡിറ്റേഷൻ വരുന്നതാണ്. സോ നിങ്ങളടുത്ത് മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് ഷാഡോസുകൾ ഉണ്ട് എന്നുള്ളത് കാണുന്നത്, അതായത് നിഴലുകൾ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കെട്ടിക്കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് പാസ്റ്റിലുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ അതിനെ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. സോ നിങ്ങൾ ഹീലിംഗ് ചെയ്യുമ്പോൾ ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക കേട്ടോ. ചക്ര മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് ഹീലാകും. സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്, ഹീലിംഗ് കൊടുക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ എനർജി ബാഡായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതായത് ഒരു വർക്ക് എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആവുന്ന ഒരു എനർജിയിലേക്ക് പോകും. പക്ഷെ നിങ്ങളിത് പ്രോപ്പർലി ഈ ഒരു ഹീലിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ ഈ ഒരു ചക്ര ഹീലിംഗ്, അല്ലെങ്കിൽ പ്രാണിക്യാമ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എനർജി, ഈ കെട്ടി നിൽക്കുന്ന ഈ ഷാഡോസുകളെല്ലാം, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ, നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ഇരുട്ട് റിമൂവ് ആയിട്ട് പോകും. സോ ആ സമയത്താണ് നിങ്ങൾക്ക്
എന്ത് പറയുന്നത്, ഒരു തുടക്കം വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആകാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊരു ഫുൾ കാർഡാണ്. ഒരു ഫ്രീ ആയി നടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. എൻ്റെ പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ് ആണ്. സോ നിങ്ങളിലേക്ക് പുതിയ തുടക്കം വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആകണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു എനർജിയിൽ നിന്നും എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സമയമാകുമ്പോൾ സംതിങ് ഫാസ്റ്റിലെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കരിയറിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ആയിരിക്കാം. അപ്പം എന്തൊക്കെയോ സംതിങ് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുക. അപ്പം അതൊക്കെ റിമൂവ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ മുതൽ ഞാൻ റെഡിയാകും, അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഞാൻ റെഡിയാകും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഹീലിംഗ് തന്നെ നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. സോ അത് അക്സെപ്റ്റ് ചെയ്യുക, ആൻഡ് അത് ഫോളോ ചെയ്യുക. ഓക്കെ, ഗൈഡൻസ് ആണ്. അപ്പോഴേ നിങ്ങൾക്കൊരു തുടക്കവും ഒരു ഫ്രീഡവും ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു മൂന്നാമത് വന്നിട്ടുള്ള കാർഡ് നിങ്ങളെടുത്ത് നിങ്ങളുടെ കാലുകളിൽ കെട്ടിവെച്ചിട്ടുള്ള ചെങ്ങലകൾ വലിച്ചെറിയാനാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ. ഒറ്റൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഒരു ബാഡായിട്ട് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുകയാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. ആ ഒരു സമയത്ത് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. മോർണിംഗ് എണീക്കുന്ന സമയം തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ ഫ്രീ കിട്ടുന്ന സമയം ഏതാണ്, ഒരു ഈവനിങ് ടൈം, അല്ലെങ്കിൽ കിടക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഉച്ച ടൈം മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് ബ്ലോക്ക് ആകുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങൾ സാഡായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട്, അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചക്ര ഹീലിംഗ് ഒക്കെ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഇതൊരു 21 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 5 ഡേയ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, കാരണം ഈ ഒരു എനർജിയിൽ നിന്ന് റിമൂവ് ആകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കുടുങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, അപ്പം മേ ബി മുന്നത്തെ എനർജിയും ഇങ്ങനെ തന്നെ ആയിരിക്കാം. വരുന്ന ദിവസങ്ങളിലും ചില ദിവസങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു എനർജിയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഈ ഒരു കുടുങ്ങി നിൽക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാതെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഒന്നും, അൺലക്കി എന്നുള്ളൊരു കാർഡാണിത്, നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഓക്കെ, അത് നിങ്ങൾ റിയാലിറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്യാൻ ദെൻ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അൺലക്കി ആകാനുള്ള മെയിൻ റീസൺ ഇതാണ്. ഓക്കെ, നമ്മൾ റിമൂവ് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാനാണ് നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്, നിങ്ങൾ പഴയ ഒരു നിങ്ങളുടെ സന്തോഷ കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇത് മെയിൻലി പറയുന്നത് ഇത് നിങ്ങളിലേക്ക് സന്തോഷം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ കാർഡ്സ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ഓക്കെ, പെർഫെക്റ്റ് ടൈം എന്ന് കാണിച്ചത് കണ്ടോ, ഇത് അൺലക്കി എന്നുള്ള കാർഡും ആൻഡ് ഇത് പെർഫെക്റ്റ് ടൈം എന്ന് കാണിച്ചത്. നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് എത്തും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം ഇപ്പോൾ ജോലിയുടെ കരിയറിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, പക്ഷേങ്കിൽ അതൊന്നും നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരു വിഷണറി തയ്യാറാക്കുക. അതായത് ഒരു മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, ഒരുപാട് ദിവസമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക. നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നമ്മളൊരു വിഷൻ കൊണ്ടുവരുമ്പം നമ്മളുടെ ആ ഒരു മൈൻഡിൽ അത് കിടക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിഷൻ ബോർഡ് തയ്യാറാക്കാൻ പറയുന്നത്. സോ നിങ്ങൾ അങ്ങനെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, മെച്യൂർഡ് ആകാൻ പറയുന്നുണ്ട് നിങ്ങളടുത്ത്. നിങ്ങൾ എത്ര ഏജുള്ള ഒരാളാണെങ്കിലും നിങ്ങളടുത്ത് മെച്യൂർഡ് ആകാൻ പറയുന്നു. മേ ബി നിങ്ങൾ കുട്ടിക്കളിയുള്ള ഒരാളൊക്കെ ആയിരിക്കും. കരിയർ ഫോക്കസ്ഡ് ആകാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മുന്നിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഫോക്കസ്ഡ് ആകാനുണ്ട്, അതെന്താണെങ്കിലും. പക്ഷേ ഇന്നത്തെ എനർജിയിൽ നിങ്ങൾ ലോ ആയി പോകുന്ന ഒരു എനർജി വരുന്നുണ്ട് സംടൈംസ്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നൊരു എനർജിയാണ് ഈ ലോ എനർജി. എന്തോ സംതിങ് പാസ്റ്റിലെ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഹീലിംഗ് കൊടുക്കുക. ചക്ര മെഡിറ്റേഷനാണ് ഇവിടെ മെയിനായിട്ടും കാണിക്കുന്നത്. ഹീലിംഗ് കൊടുക്കുക, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രാണായാമയൊക്കെ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും, നിങ്ങളുടെ കൈകളിലേക്ക് വരും. കാരണം ഇവിടെ വേൾഡ് കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇതൊരു കംപ്ലീഷൻ കാർഡാണ്. പക്ഷേ ആ ഒരു ഫുൾഫിൽമെൻറ്റ് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇത് പുറത്തോട്ട് പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തോട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കത് കംപ്ലീറ്റ് ആകും എന്നുള്ള രീതിക്കാണ്. ആൻഡ് അതുപോലെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഹാപ്പി ന്യൂസ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഒരു പോസിറ്റീവ് ഇന്ന് നിങ്ങൾക്കൊരു റിസൾട്ട് അറിയും എന്നുള്ളത്. അതായത് റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ഓർ കോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോസിറ്റീവായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഒരു യൂണിയൻ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു മെസ്സേജ് ഓർ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമെന്ന് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ദാറ്റ് മീൻസ് ഒരു കംപ്ലീഷൻ, ഒരു ട്രാവലിംഗ് ആണ് കാണിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകാൻ നിങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഇതുപോലെ വിദേശത്തേക്ക് പോകാനൊക്കെയുള്ള ഒരു പ്ലാനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ എന്തെങ്കിലും പ്ലാനിങ് നടക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ ഇന്ന് പോകാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം മെയിൻലി ഇവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഗൈഡൻസ് ആണ്, അത് നിങ്ങൾ സ്വീകരിക്കുക. ആൻഡ് ലുക്ക് ഫോർ എ സൈൻ എന്നൊരു കാർഡ് ഏഞ്ചൽ കാർഡാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ചുറ്റിനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം നിങ്ങൾ സൈനുകൾ കാണുന്നുണ്ടാകണം. ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം, വൈറ്റ് തൂവൽ കാണുന്നുണ്ടാകാം, ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം, യെല്ലോ വൈറ്റ് ഒക്കെ കാണുന്നുണ്ടാകാം. സോ മനസ്സിലാക്കുക, പോസിറ്റീവാണ് അതൊക്കെ, അതിനെ സ്വീകരിക്കാൻ നിങ്ങളടുത്ത് പറയുന്നതാണ്. ഓക്കെ, ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈനുകൾ നമ്മൾക്ക് നമ്മുടെ ഗാർഡിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ യൂണിവേഴ്സ് നമ്മൾക്ക് തരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനാണത്. അപ്പം അത് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് അത് ഇത്രയും ദിവസം കാണുന്നുണ്ട് പക്ഷെ എത്തുന്നില്ലല്ലോ, അപ്പം എത്താത്തതിൻ്റെ റീസൺ എന്താണ്? അത് ബ്ലോക്ക് ആവുന്നതുകൊണ്ട്. അപ്പോൾ ബ്ലോക്ക് ആവുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് കണ്ടെത്തി നമ്മളത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്കിവിടെ മെയിൻലി ഹീലിംഗ് ആണ് പറയുന്നത്, ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ലെറ്റ് ഗോ ചെയ്താൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ടൈമിങ്ങിൽ എത്തും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. സോ ഇന്നത്തെ നിങ്ങളുടെ എനർജിയാണ് ഇത്. ഈ ഒരു എനർജി നിങ്ങൾക്ക് വന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മേ ബി മുന്നേ വരുന്നുണ്ടാകാം, ഇത് ഹീലിംഗ് ചെയ്തില്ലെങ്കിൽ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇന്നത്തെ മോർണിംഗ് റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.